ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. ഇപ്പോൾ ഓപ്പറേറ്ററിന്റെ പരീക്ഷയ്ക്ക് ഇനി വെറും ഒരു ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ആ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ തയ്യാറെടുക്കണം, അതോടൊപ്പം തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എക്സാം ഹാളിലെ സ്ട്രാറ്റജി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ നിങ്ങൾ ഈ നമ്പർ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വെറും 15,439 അപ്പൊ കഴിഞ്ഞ പ്രാവശ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. അപ്പൊ നമുക്കറിയാം കൺഫർമേഷൻ കൊടുക്കുന്ന എല്ലാവരും പരീക്ഷ എഴുതണമെന്നില്ല. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന വെറും 13,000-ഓളം ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നതായിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അതിലെല്ലാവരും കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്നവരല്ല. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം ഒരു 500-നകത്ത് അഡ്വൈസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഇതിൽ പലരും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളാണ് പലരും എഴുതുന്നത്. അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ അനുയോജ്യമായിട്ടുള്ള പോസ്റ്റുകൾ കിട്ടുമ്പോൾ അവര് ഈ ജോലി കളഞ്ഞിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അഡ്വൈസസ് നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും വളരെ കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ. അപ്പൊ 500-ലധികം അഡ്വൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ അവസരം നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എക്സാം ഹാളിൽ ഒരു മിസ്റ്റേക്സും നിങ്ങൾ വരുത്തരുത്. ഓക്കെ, അപ്പൊ നമ്മള് എക്സാം ഡേറ്റിന്റെ തലേന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കിനി പഠിക്കാനായിട്ട് പുതിയ കൺസെപ്റ്റ്സുകളോ പുതിയ കാര്യങ്ങളോ ഒന്നും പഠിക്കാനായിട്ട് എക്സാമിന്റെ തലേന്ന് നിങ്ങൾ ശ്രമിക്കരുത്. അത് കൂടുതൽ ടെൻഷനിലേക്ക് നമ്മളെ തള്ളിവിടത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മൾ തെറ്റിപ്പോകാവുന്ന കൺസെപ്റ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും, അതായത് എന്തെങ്കിലും ഫോർമുലാസ് ഒക്കെ ഓർത്ത് വെക്കാനുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക, ആവർത്തിച്ച് റിവൈസ് ചെയ്യുക. ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ച കൺസെപ്റ്റ്സുകൾ നാളെ വളരെ പ്രഷേർഡ് ആയിട്ടുള്ള എക്സാമിന്റെ ഹാളിൽ പോയി നമ്മൾ പെർഫോം ചെയ്യേണ്ട. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ഒന്ന് പെർഫോം ചെയ്ത് നമ്മുടെ ടൈം മാനേജ്മെന്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ആക്കണം. നമ്മൾ ടൈമിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 മാതൃകാ പരീക്ഷകൾ ചെയ്യണം. അപ്പൊ ഈ 2 മാതൃകാ പരീക്ഷകൾ OMR തന്നെ ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് മുന്നിൽ ഉള്ളതെന്ന് വെച്ചാൽ ഓപ്പറേറ്ററിന്റെ 2 പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഡിപ്പാർട്ട്മെന്റൽ എക്സാം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓപ്പറേറ്ററിന്റെ കോമൺ പരീക്ഷ. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതുപോലെ ടൈം സെറ്റ് ചെയ്ത് വെച്ച് OMR തന്നെ ആൻസർ ചെയ്യുക. അപ്പൊ നമ്മൾ എക്സാം ഹാളിൽ യൂസ് ചെയ്യുന്ന പെന്ന് കൊണ്ട് തന്നെ നമ്മൾ അത് ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് നമുക്ക് അവിടെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പെന്ന് അത്യാവശ്യം ഒന്ന് ഫ്ലോയിലാവും. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ തലേന്ന് തന്നെ നമ്മൾ എടുത്തു വെക്കുക. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഹാൾ ടിക്കറ്റ് വേണം, ID പ്രൂഫ് വേണം, അല്ലെ? 2 ബോൾ പോയിന്റ് പെന്ന് വേണം. അപ്പൊ നമ്മൾ ഈ ബോൾ പോയിന്റ് പെന്നിന് നമ്മൾ വേണ്ടത് വലിയ പോയിന്റ് ഉള്ള പെന്ന് യൂസ് ചെയ്യുക. അതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, OMR പെട്ടെന്ന് കറപ്പിക്കാൻ പറ്റും. 0.7 ഒക്കെ സൈസ് ഉള്ള, അല്ലെ, 0.7 mm ഒക്കെ സൈസ് ഉള്ള പേന ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ബബിൾ ചെയ്യാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെന്ന് നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കം. തലേന്ന് കൃത്യമായി ഉറങ്ങി നല്ല രീതിയിൽ കൂളായിട്ട് എക്സാം ഹാളിൽ പോയാലേ നമുക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇതുവരെ പഠിച്ചത് വെറും 1.5 മണിക്കൂർ കൊണ്ട് ടെസ്റ്റ് ചെയ്യാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം, തലേന്ന് നന്നായിട്ട് ഉറങ്ങുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ആ ഒരു എക്സാമിന്റെ പ്രഷേർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഓർത്തെടുത്ത് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഓക്കെ, അല്ലാതെ ഉറക്കം ഉളച്ചിരുന്ന് ഒരുപാട് പഠിക്കാൻ നോക്കരുത്. അങ്ങനെ പഠിച്ചാൽ നമ്മൾ ചിലപ്പോൾ തലേന്ന് രാത്രി പഠിച്ച കാര്യം പോലും നമുക്ക് ഓർമ്മ വരണമെന്നില്ല, കേട്ടോ. നമ്മുടെ ഉറക്കം നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേന്ന് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എക്സാമിന്റെ അന്ന് രാവിലെ നിങ്ങൾ നേരത്തെ തന്നെ എണീക്കുക. നമുക്കറിയാം 7 മണിക്കാണ് എക്സാം, അല്ലെ? നേരത്തെ തന്നെ എണീക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അഡ്മിഷൻ ടിക്കറ്റ് എടുത്തോ, പേന എടുത്തോ, അതേപോലെ തന്നെ ID പ്രൂഫ് എടുത്തോ എന്നൊക്കെയുള്ള കാര്യം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ എക്സാം സെന്റർ, അതിന്റെ ലൊക്കേഷനൊക്കെ കൃത്യമായിട്ട് നോക്കുക. എക്സാം സെന്ററിൽ ഏറ്റവും മിനിമം 1 മണിക്കൂറെങ്കിലും, പരീക്ഷയ്ക്ക് 1 മണിക്കൂറെങ്കിലും മുമ്പ് നമ്മൾ എത്താനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ
എന്തെങ്കിലും ഡിലേ ഒക്കെ വന്നാൽ അല്ലെ, ബസ്സൊക്കെ ബ്രേക്ക് ഡൗൺ ആവും, അങ്ങനെയൊക്കെ ചെയ്താൽ അപ്പൊ അതിനുള്ള ഒരു അലവൻസും കൂടി ഇടണം. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ പോയാലും നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിന് പോകുന്നവരായിക്കോട്ടെ, സ്വന്തം വാഹനത്തിൽ പോകുന്നവരായിക്കോട്ടെ, നിങ്ങൾ എക്സാമിന്റെ ടൈമിന് 1 മണിക്കൂർ മുമ്പേ എക്സാം സെന്ററിൽ ചെല്ലാനായിട്ട് ശ്രമിക്കുക. ഇനി എക്സാം സെന്ററിൽ ചെന്നാൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യം ഇത് തന്നെയാണോ നിങ്ങളുടെ സെന്റർ എന്ന് ഉറപ്പുവരുത്തുക. കാര്യം പല എക്സാമിനും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പലരും സെന്റർ മാറി ഒരേ പേരിന് സിമിലർ ആയിട്ടുള്ള പേരുള്ള സെന്റേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. പല സ്കൂളുകളും സ്കൂളിൽ വെച്ചായിരിക്കുമല്ലോ പരീക്ഷ, അപ്പൊ പല സ്കൂളുകളും സിമിലർ ആയിട്ടുള്ള പേരുള്ള സ്കൂളുകളായിരിക്കും. അവിടെ പോയി കുറെ നേരം ഇരിക്കും. അപ്പൊ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഇടുമ്പോഴായിരിക്കും നമ്മുടെ രജിസ്റ്റർ നമ്പർ അവിടെ കാണത്തില്ല. അപ്പൊ പെട്ടെന്ന് അടുത്ത എക്സാം സെന്ററിലോട്ട് പോകാനായിട്ടുള്ള ടൈം കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ എക്സാം എഴുതാനായിട്ടുള്ള ചാൻസ് നഷ്ടപ്പെടും. അതൊരിക്കലും ഉണ്ടാകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം നമ്മുടെ എക്സാം സെന്റർ തന്നെയാണോ ഇതെന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ ചില സ്കൂളുകളിലൊന്നും അവർ ഒരുപാട് നേരത്തെ ഈ പറയുന്ന പോലെ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഒന്നും ഏതൊക്കെ ഹാളിലാണ് അലോട്ട് ചെയ്തെന്ന് ഇടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, PSC ഒഫീഷ്യലിനെ കണ്ടിട്ട് നമ്മുടെ ഹാൾ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ ഈ സെന്ററിൽ തന്നെയാണോ നമ്മുടെ പരീക്ഷ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ സെന്റർ അവിടെ എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് കേട്ടോ. അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ എക്സാം സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടുള്ള പഠനം, പിന്നെ പരിചയമുള്ള ആൾക്കാരുമായിട്ടിരുന്ന് പിന്നെയും ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, അവർക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ പോയി നമുക്ക് എന്ത് പറ്റും, ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വരുത്തേയുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട, നമ്മൾ പരീക്ഷ എഴുതാൻ വന്നതാണ്, നമ്മൾ കൂളായിട്ടിരിക്കുക. അത്യാവശ്യം നമ്മൾ നോക്കിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ എന്താണ്, കൂട്ടുകാരുമായിട്ട് പുതിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അവര് പഠിച്ച് ഞാൻ പഠിച്ചില്ല എന്നുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിൽ തോന്നാൻ ഇടവരരുത്. അത് കൂടുതൽ നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മളെ പാനിക് ആക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ അത്രയും നേരം പരീക്ഷ തുടങ്ങും വരെ നമ്മൾ എന്ത് ചെയ്യുക, കൂളായിട്ടിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ പോയിരിക്കുക. അവിടെ മാർക്ക് ചെയ്തേക്കുന്ന ആൽഫ കോഡും നമ്മുടെ OMR ഷീറ്റിൽ ആൽഫ കോഡും നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡും സെയിം ആണോ എന്ന് നോക്കുക. അതല്ല എങ്കിൽ ഇൻവിജിലേറ്ററിനെ അറിയിക്കുക, സെയിം ആയിട്ടുള്ള കോഡ് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കേട്ടോ. ഇല്ല എങ്കിൽ എന്ത് പറ്റും, നമ്മൾ സീറ്റ് മാറിയിരുന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ആൽഫ കോഡിൽ നമ്മൾ എല്ലാം മാർക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും സീറ്റ് മാറിയിരിക്കുന്ന കാര്യം അറിയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എക്സാം ഇൻവാലിഡ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെന്നിരിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പ്ലേസിൽ തന്നെയാണോ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് അതേപോലെ തന്നെ ആൻസർ OMR ഷീറ്റിൽ മാർക്ക് ചെയ്തേക്കുന്ന ആൽഫ കോഡും അതോടൊപ്പം തന്നെ നമ്മുടെ സീറ്റിലുള്ള ആൽഫ കോഡും സെയിം ആണോ എന്ന് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യണം കേട്ടോ. OMR ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ OMR ഷീറ്റ് കൃത്യമായിട്ട് ബബിൾ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് ബബിൾ ചെയ്യുക. ഒരു തെറ്റും വരാതെ രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യണം. കാര്യം രജിസ്റ്റർ നമ്പർ തെറ്റിപ്പോയാൽ നമ്മുടെ OMR ഷീറ്റ് ഇൻവാലിഡ് ആകുന്നതാണ്. കൃത്യമായിട്ട് രജിസ്റ്റർ നമ്പർ മാർക്ക് ചെയ്യുക. അതിനുശേഷം തന്നിരിക്കുന്ന കാര്യങ്ങൾ, ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഡേറ്റ് ഓഫ് എക്സാം ഉണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്യുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 100 ക്വസ്റ്റ്യനും കൃത്യമായിട്ട് അത് പ്രിന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇൻവിജിലേറ്ററിനെ അറിയിക്കുക. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ 15 മിനിറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. എന്ത് ചെയ്യണം, ഏറ്റവും ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യുക, ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ മീഡിയം ലെവലിൽ 2 വട്ടമൊക്കെ വായിച്ച് ചെയ്യാൻ പറ്റുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും 2 വട്ടമൊക്കെ വായിച്ച് ചെയ്യാവുന്നതിനെ മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും, അടുത്ത ലെവലിൽ ഡിഫിക്കൽറ്റി ഉള്ളതിനെ ഡിഫിക്കൽറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും, പിന്നെ നമുക്ക് കൂടുതൽ ഡൗട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസിനെ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ടും, അങ്ങനെ 4 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കുക. അപ്പൊ ആദ്യത്തെ 10 തൊട്ട് 15 മിനിറ്റ് വരെ നമ്മൾ അതിനുപയോഗിക്കുക. അതിനുപയോഗിച്ചാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ഒരു ആദ്യത്തെ 10-15 മിനിറ്റിന് ഈ ക്വസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ 100 ക്വസ്റ്റിൻ അതിനകത്ത് നമ്മൾ പെട്ടെന്ന് വായിക്കണം. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം ഈസി ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ 15 മിനിറ്റ് കൊണ്ട് ഒറ്റ നോട്ടത്തിൽ വായിക്കാവുന്ന ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഒറ്റ നോട്ടത്തിൽ തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്ത് പോവുക. ദെൻ മീഡിയം ലെവലിലെ ക്വസ്റ്റ്യൻസ് 25 മിനിറ്റ് കൊണ്ട് നമ്മൾ ആൻസർ ചെയ്ത് തീർക്കുക. ദെൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യന് 18 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. ദെൻ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചിലപ്പോൾ ഫാക്ട് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഡൗട്ട്ഫുൾ ആയിട്ട് ചിലപ്പോൾ നമുക്ക് എലിമിനേറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, 10 മിനിറ്റ് യൂസ് ചെയ്യുക. പിന്നെ ഈ 10 മിനിറ്റിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ കൂടെ ക്ലാസിഫൈ ചെയ്ത് വെക്കുക.
ആ കാര്യങ്ങൾ ഈ ലാസ്റ്റ് 10 മിനിറ്റ് നമ്മൾ ചെയ്യുക. ദെൻ നമ്മൾ ഏറ്റവും അവസാനത്തെ 7 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിനെയും ഫൈനൽ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടോ, നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഓടിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നേരെ ഒറ്റയടിക്ക് അങ്ങ് മാർക്ക് ചെയ്ത് പോവുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ആ ക്വസ്റ്റ്യനെ ഇരുത്തി വായിക്കണം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ചാടി ആ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ അങ്ങ് മാർക്ക് ചെയ്ത് പോവുകയല്ല, നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനെ ഒന്ന് നന്നായിട്ട് വായിക്കണം. അപ്പൊ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണമെന്ന് പറയാൻ കാര്യം, പല ക്വസ്റ്റ്യനിലും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ എക്സാമ്പിൾ ഓഫ് റിയാക്ഷൻ ടർബൈൻ എന്നായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ആ നോട്ട് കാണത്തില്ല. നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനകത്ത് നോട്ട്, ഇൻകറക്റ്റ്, ട്രൂ, ഫാൾസ്, എക്സെപ്റ്റ് എന്നൊക്കെയുള്ള കീവേഡ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇരുത്തി വായിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടാൽ ചാടിക്കേറി അങ്ങ് ആൻസർ ചെയ്യരുത്. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനെ ഒന്ന് നല്ലതുപോലെ വായിക്കുക. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം 4 ആൽഫ കോഡ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ A, നമുക്ക് B, അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം കാണുന്ന ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് പാനിക്കാരുത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മുടെ എല്ലാ ബോധവും പോയിട്ട് നമ്മൾ പേടിച്ചിരിക്കരുത്. ഇനി വരുന്ന എല്ലാം ഭയങ്കര പാടുള്ളതാണോ, എനിക്ക് ഈ ജോലി കിട്ടത്തില്ലേ, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ആദ്യത്തെ ക്വസ്റ്റ്യൻ പാടാണെങ്കിൽ പെട്ടെന്ന് അതിനെ ഓടിച്ചു വിടുക. ഓടിച്ചു വിട്ടിട്ട് അടുത്തടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ കംപ്ലീറ്റും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണത്തില്ല, അതിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണും. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഷഫിൾ ചെയ്തായിരിക്കുമല്ലോ പലർക്കും തരുന്നത് അല്ലെ. കാര്യം 4 കോഡിലും എന്താണ് ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, എന്നാൽ അതിനെ ഷഫിൾ ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ അതിനകത്ത് വരും, അങ്ങനെയുള്ള പ്രതീക്ഷ നമുക്ക് വേണം. അപ്പൊ അങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഡിഫിക്കൽട്ട് ആയിട്ട് കണ്ടുകൊണ്ട് ഉടനെ നമ്മൾ മൊത്തത്തിൽ പാനിക് ആകരുത്. എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ണോടിച്ചങ്ങ് വിട്ടേക്കുക, അത് പിന്നത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്ത് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്യുമ്പോൾ തന്നെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പഠിച്ച ഒരാൾക്ക് ഡിഫിക്കൽട്ട് ആണ്, എല്ലാവർക്കും അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആദ്യം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പാനിക് ആകരുത്. എക്സാം ഹാളിൽ നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല, നമ്മുടെ തല പോകുന്ന കാര്യമൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എന്തായാലും അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എക്സാം ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് ജോലി കിട്ടും. എക്സാമിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റക്കായ ഒരു ക്വസ്റ്റിന് വേണ്ടി ഒരിക്കലും 3-4 മിനിറ്റ് കളയരുത്. അപ്പൊ നമുക്കൊരു 2 മിനിറ്റിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 2 മിനിറ്റിനകത്ത് നമുക്ക് അതിന് ആൻസർ കിട്ടിയില്ലെങ്കിൽ അതിനെ ലീവ് ചെയ്തേക്കുക. വേറെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാടുണ്ടല്ലോ, അപ്പൊ അതിലേക്ക് പോവുക. ഒരിക്കലും നമുക്ക് സ്റ്റക്കായ ക്വസ്റ്റ്യനിൽ 3-4 മിനിറ്റ് സ്പെൻഡ് ചെയ്യരുത്. അത് നമ്മുടെ വിലപ്പെട്ട സമയം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടുള്ള വിലപ്പെട്ട സമയത്തെ അത് കില്ല് ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ 1 മിനിറ്റിലോ 2 മിനിറ്റിലോ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനെ അങ്ങ് ലീവ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ. ദെൻ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചില പോയിന്റ്സിലൊക്കെ നമ്മൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക. എന്ത് ചെയ്യുക, റോങ് ആയിട്ടുള്ള ഓപ്ഷനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. എലിമിനേഷൻ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റോങ് ഓപ്ഷൻസിനെ നമുക്ക് അതിനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഫൈനൽ ആൻസറിനെ കണ്ടെത്താനായിട്ട് നോക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷയുടെ തലേന്ന് നിങ്ങൾ പിന്നെയും പുതിയ കൺസെപ്റ്റ് ഒന്നും പഠിക്കാനായിട്ട് പോകരുത്. നിങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു 2 മോഡൽ പരീക്ഷ എഴുതി നോക്കുക. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ട് ചെയ്ത് നോക്കുക. അത് നിങ്ങൾ OMR തന്നെ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് OMR ഒക്കെ കൃത്യമായിട്ട് ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ട് ഈ 90 മിനിറ്റിൽ തന്നെ 100 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും സ്റ്റക്കായ ക്വസ്റ്റ്യന് വേണ്ടി പിന്നെ സമയം കളയരുത്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും വിജയാശംസകൾ നേരുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.